ഇക്കഴിഞ്ഞ ദിവസം കൊച്ചി നഗരമധ്യത്തിൽ നടന്ന ഒരു വലിയ പീഡനത്തിന്റെ കഥ കേരളത്തെ ആകെ നടുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾ കുറേയായി. അതിൽ 2 പ്രതികളെ പിടിച്ച വാർത്തകളൊക്കെ വന്നു. ഒരാൾ ഇനിയും മിസ്സിംഗ് ആണ്. അയാളെ ഒരുപക്ഷെ എങ്കിൽ ഈ വാർത്ത നിങ്ങൾ കാണുമ്പോൾ പോലീസ് പിടികൂടിയിരിക്കാം. ആ വാർത്ത എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാം. അവിടെ കോരിച്ചൊരിയുന്ന മഴ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പദൂരം മാറിയുള്ള ഒരു കെട്ടിട സമുച്ചയം. ആ കെട്ടിട സമുച്ചയം ചുറ്റുപാടും കാട് മൂടിക്കിടക്കുകയാണ്. ഈ മഴയത്ത് ഒരു കമിതാക്കൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും പെട്ടെന്ന് ആ കെട്ടിടത്തിലേക്ക് ഓടിക്കയറുന്നു. ആ കെട്ടിടത്തിലേക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി ഓടിക്കയറുന്നു. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തിരുന്ന് കുറച്ച് സാമൂഹിക വിരുദ്ധർ മദ്യപിക്കുന്നുണ്ട്. ഒരു രാഹുൽ, ഒരു ഡാനിഷ്, ഒരു അതുൽ. അതിൽ ഡാനിഷിനെയും രാഹുലിനെയുമാണ്. ഇടവ സ്വദേശിയാണ് ഒരാൾ, നമ്മുടെ തൊട്ട അയൽപക്കമാണ്. ഇടവ സ്വദേശിയായ ഒരാൾ കൊല്ലത്ത് പരവൂറുകാരൻ. ഇവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതായി വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഒരാൾ മിസ്സിംഗ് ആണ്. ഇവര് ഈ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ യുവാവിനെയും ഈ യുവതിയെയും പോയി പിന്നാലെ അവരെ ഫോളോ ചെയ്ത ഈ പ്രതികൾ അവർക്ക് ഇവരെ ആക്രമിക്കാൻ പറ്റുമെന്ന സ്ഥലമെത്തിയപ്പോൾ ചാടി വീഴുന്നു. ചാടി വീണ് ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം അയാളെ കത്തിമുനയിൽ നിർത്തുന്നു. എന്നിട്ട് ഈ യുവതിയെ വിവസ്ത്രയാക്കി ബലാത്സംഗത്തിന് ശ്രമിക്കുന്നു. അങ്ങനെ പിടിവലിക്കിടയിൽ ഈ യുവതി ആ പ്രതിയുടെ കയ്യിൽ കടിച്ച് നിലവിളിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നു. ഓടുന്നു. പിന്നാലെ ആ യുവാവും ഓടി രക്ഷപ്പെടുന്നു. ഗോവണിയിലൂടെ ആ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാൻ ഉള്ള പ്രത്യേക ഗോവണി വഴി ഇവർ രക്ഷപ്പെടുന്നു. എന്നിട്ട് ഇവർ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തിയാണ് ഇവരെ റെസ്ക്യൂ ചെയ്യുന്നത്. പൂർണ്ണതോതിൽ ഇവരെ കൊണ്ടുപോകുന്നതും ഇവർക്ക് പിന്നെ വസ്ത്രങ്ങൾ നൽകുന്നതുമൊക്കെ. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ആദ്യം ഈ യുവതി മറ്റൊന്നും നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു ആക്രമണം നടന്നു, ഞങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഈ ബൈക്ക് കണ്ടെത്തുന്നു. ഈ പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് കണ്ടെത്തുന്നു. അതിൽ 3 പേരുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴിയും എടുത്ത ശേഷം ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പോലീസിന് കൃത്യമായും മനസ്സിലാകുന്നത്. തുടർന്നാണ് ഇതൊരു റേപ്പ് അറ്റംപ്റ്റ് ആയിരുന്നുവെന്ന് പോലീസിന് തന്നെ പിടികിട്ടിയത്. ഈ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ ക്രിമിനലുകളാണവർ. ഇവർ സ്വന്തം നാട്, അതായത് ഇടവ, പരവൂർ അവിടെയൊക്കെ വിട്ടിട്ട് എറണാകുളത്ത് കുടിയേറിയിട്ട് കുറെ കാലമായി. ഇവർക്ക് സ്വന്തമായ ഒരു താമസ സ്ഥലമോ സ്വന്തമായ ഒരു ഐഡന്റിറ്റിയോ ഇല്ല. അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. ആളൊഴിഞ്ഞ വീടുകളിൽ പോയി അന്തി ഉറങ്ങും. ആളൊഴിഞ്ഞ വീടെന്ന് പറഞ്ഞാൽ മക്കളും അമ്മയും അപ്പനും ഒക്കെ വിദേശത്തായിരിക്കും. ആ വീട് വലിയ വലിയ വീടുകളൊക്കെ കൂട്ടിയിട്ടിരിക്കും. അവിടെ രാത്രിയൊക്കെ കയറി കിടന്ന് ഉറങ്ങുന്നത് ഇങ്ങനെയുള്ള ഗുണ്ടകളും ഈ കാപ്പ കേസ് പ്രതികളും അതുപോലെ സാമൂഹ്യ ദ്രോഹികളുമായ ആളുകളുമാണ്. അപ്പൊ ഇവര് അങ്ങനെ താമസിക്കുന്നത് കൊണ്ട് തന്നെ പോലീസിന് ഇവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ പിടിയിലായ ഒരു പ്രതി രാഹുൽ ഈ യുവാവിന്റെ കയ്യിൽ നിന്ന് ഒരു സൺഗ്ലാസ് പിടിച്ചു പറിച്ചിരുന്നു. ആ സൺഗ്ലാസ് വച്ച് ഒരു ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി വരുന്നത്. രാഹുൽ പിടിച്ചു പറിച്ച കണ്ണട വെച്ച് ഫോട്ടോ എടുത്തു. അതും ഒരു തെളിവായി മാറി. ഏതായാലും ഈ മൂന്ന് പ്രതികളെ 2 പേരെ പോലീസ് പിടിച്ചു. ഇത് എറണാകുളം നഗരമധ്യത്തിലാണ് നടന്നത്. നമ്മൾ സാക്ഷരരെന്നും നമ്മൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണെന്നും ഊറ്റം കൊള്ളുന്ന മലയാളികൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്ര സുരക്ഷിതരാണ്, അല്ലെങ്കിൽ എത്രമാത്രം സുരക്ഷിതരാണെന്ന് വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്ന സംഭവമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.